നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന 8259 മോഡ്സ് ഓഫ് ഓപ്പറേഷൻ ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 8279 പഠിച്ചിട്ടുണ്ടായിരുന്നു. അതെന്തായിരുന്നു? പ്രോഗ്രാമബിൾ എന്തായിരുന്നു? കീബോർഡ് ആൻഡ് ഡിസ്പ്ലേ കൺട്രോളർ ആയിരുന്നു. അതിന് മുന്നേ നമ്മൾ എന്താ പഠിച്ചത്? 8255 IC. അതെന്തായിരുന്നു? പ്രോഗ്രാമബിൾ പെരിഫറൽ ഇന്റർഫേസ്. നെക്സ്റ്റ് IC എന്ന് പറയുന്നത് 8259 ആണ്. ഈ 8259 ആർക്കിടെക്ചറും മോഡ്സ് ഓഫ് ഓപ്പറേഷനും ആണ് 4th മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത്. പക്ഷേ 8259 ആർക്കിടെക്ചർ നമ്മൾ 3rd മൊഡ്യൂളിൽ പഠിച്ചിട്ടുണ്ട്. 8259 എന്തായിരുന്നു? പ്രോഗ്രാമബിൾ ഇന്ററപ്റ്റ് കൺട്രോളർ ആയിരുന്നു. 3rd മൊഡ്യൂളിൽ നമ്മൾ ഇന്ററപ്റ്റിന്റെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ 8259 ആർക്കിടെക്ചർ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓർക്കുക, അവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം. അതായത് 8259 ആർക്കിടെക്ചർ അവിടെ പഠിച്ചു. ഇവിടെ ആർക്കിടെക്ചർ നമ്മൾ ഇനി പഠിക്കില്ല. പിൻ ഡയഗ്രാം ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഈ മോഡ്യൂളിൽ ആർക്കിടെക്ചർ ഞാൻ എടുക്കില്ല, കാരണം ഓൾറെഡി എടുത്തു കഴിഞ്ഞ സാധനമാണ്. 8259 മോഡ്സ് ഓഫ് ഓപ്പറേഷൻ ആണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, നമ്മൾ ഇതുവരെ ആയിട്ട് 3 ICs പഠിച്ചിട്ടുണ്ട്. 8259, 8279, 8255. അതിൽ 8255 മാത്രമേ കൺട്രോൾ വേർഡ് പഠിക്കേണ്ടൂ എന്ന് സിലബസിൽ പ്രത്യേകം പറയുന്നുണ്ട്. 8279 കേസിലും 82 കേസ് ആർക്കിടെക്ചറും മോഡ്സ് ഓഫ് ഓപ്പറേഷനും മാത്രം മതി എന്ന് പറയുന്നുണ്ട്. കൺട്രോൾ വേർഡ് മെമ്മറൈസ് ചെയ്യേണ്ടെന്ന് അവർ പറയുന്നത് തന്നെ ഉണ്ട്. അതുകൊണ്ട് പഠിക്കുന്നില്ല നമ്മൾ. ഓക്കെ, അപ്പൊ നമ്മൾ 8259 എന്ന് പറയുന്നത് പ്രോഗ്രാമബിൾ ഇന്ററപ്റ്റ് കൺട്രോളർ ആയിരുന്നു. ഇന്ററപ്റ്റ് കൺട്രോളർ എന്തായിരുന്നു? നമ്മുടെ 8086നും ഏതെങ്കിലും ഒരു പെരിഫറൽ ഡിവൈസസിനും ഫോൺ ചെയ്യണം. ഈ 8259 എന്ന് പറയുന്ന IC നമ്മൾ എന്തിനാ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഇന്ററപ്റ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ദാറ്റ് മീൻസ് 8086-നിടയിലും ഏതെങ്കിലും ഒരു പെരിഫറൽ ഡിവൈസസിനിടയിലും ആണ് 8259 വർക്ക് ചെയ്യുന്നത്, ഇന്റർഫേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അതിന്റെ വർക്കിംഗ് എന്താണ്? ഏതെങ്കിലും ഒരു പെരിഫറൽ ഡിവൈസസിന് ഇന്ററപ്റ്റ് വരുമ്പോൾ അത് 8086-ലേക്ക് കൊടുത്തുവിടാൻ വേണ്ടിയിട്ടുള്ള ഒരു മീഡിയം ആയിട്ടാണ് 8259 IC ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന്റെ ആർക്കിടെക്ചർ ഒക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു 3rd മൊഡ്യൂളിൽ. അപ്പൊ ഇനി അതിന്റെ മോഡ്സ് ഓഫ് ഓപ്പറേഷൻ ആണ്. സിമ്പിൾ ആണ്, എപ്പോഴും ചോദിച്ചു കണ്ടിട്ടുണ്ട്. 8259 മോഡ്സ് ഓഫ് ഓപ്പറേഷന് നമ്മൾ 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് വൺ ബേസ്ഡ് ഓൺ പ്രയോറിറ്റി, നെക്സ്റ്റ് വൺ സ്പെഷ്യൽ മാസ്ക് മോഡ്, 3rd വൺ ഹോൾഡ് മോഡ്, എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഹോൾഡ് മോഡ്, 4th വൺ എൻഡ് ഓഫ് ഇന്ററപ്റ്റ്. ഇതിൽ ബേസ്ഡ് ഓൺ പ്രയോറിറ്റി ബേസിൽ നമ്മൾ ഇതിനെ പിന്നെയും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫുള്ളി നെസ്റ്റഡ് മോഡ് FNM, സ്പെഷ്യൽ ഫുള്ളി നെസ്റ്റഡ് മോഡ്, റൊട്ടേറ്റിംഗ് പ്രയോറിറ്റി. ആ റൊട്ടേറ്റിംഗ് പ്രയോറിറ്റിനെ തന്നെ 2 ആയിട്ട് പിന്നെയും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക് റൊട്ടേഷൻ, സ്പെസിഫിക് റൊട്ടേഷൻ. ഈ പേരുകളൊക്കെ കണ്ടിട്ട് ഒരുപാട് പഠിക്കാനൊന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ട് ഓരോന്നും പറഞ്ഞു പോകുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ബേസ്ഡ് ഓൺ പ്രയോറിറ്റിയിലുള്ള ആദ്യത്തെ മോഡ്സ് ഓഫ് ഓപ്പറേഷൻ ആയ ഫുള്ളി നെസ്റ്റഡ് മോഡ് പഠിക്കാം. നമ്മൾ 8259 പഠിച്ചപ്പോൾ അതിന്റെ ആർക്കിടെക്ചറിൽ IR0 മുതൽ IR7 വരെ ഇന്ററപ്റ്റ് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു പിൻ ഉണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ എന്നറിയില്ല. IR0 മുതൽ IR7 വരെ. അപ്പൊ മാക്സിമം 8 ഇന്ററപ്റ്റ് ഹാൻഡിൽ ചെയ്യായിരുന്നു. നിങ്ങൾക്ക് 8 കൂടുതൽ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ അതിനെ കാസ്കേഡിംഗ് മോഡിലും വർക്ക് ചെയ്യിപ്പിക്കാന്ന് പറഞ്ഞു. 8259 ഒന്ന് കൂടുതൽ 8259 വേണമെങ്കിൽ നമുക്ക് കണക്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, ഫുള്ളി നെസ്റ്റഡ് മോഡിൽ ഒറ്റ 8259 കേസ് മാത്രമാണ് പറയുന്നത്. അതായത് ഇതിൽ എങ്ങനെയാണ് ഫുള്ളി നെസ്റ്റഡ് മോഡിൽ എങ്ങനെയാണ് ഇന്ററപ്റ്റിനെ ഹാൻഡിൽ ചെയ്യുന്നത്. ഇപ്പൊ IR0 മുതൽ IR7 വരെ ഉള്ള പിന്നുകൾ ഉണ്ടല്ലോ. അപ്പൊ മാക്സിമം 8 ഇന്ററപ്റ്റ്സിനെ വരെ ഹാൻഡിൽ ചെയ്യാം. ഓക്കെ, അതിൽ കൂടുതൽ പറ്റില്ല ഒരു 8259. ഫുള്ളി നെസ്റ്റഡ് മോഡ് വളരെ സിമ്പിൾ ആണ്. ഈ മോഡിൽ IR0 ഹയസ്റ്റ് പ്രയോറിറ്റി, IR7 ഹാസ് ദ ലോവസ്റ്റ് പ്രയോറിറ്റി. അത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്.
IR0 ഹയസ്റ്റ് പ്രയോറിറ്റി. IR0 എന്ന് പറഞ്ഞ പിന്നിലേക്ക് വരുന്ന ഇന്ററപ്റ്റിനാണ് ഹയസ്റ്റ് പ്രയോറിറ്റി ഉണ്ടാവുക. IR1 വരുന്നതിന് അതിന്റെ തൊട്ട് താഴെയുള്ള പ്രയോറിറ്റി മാത്രമേ ഉണ്ടാവും. ഇത് ബേസ്ഡ് ഓൺ പ്രയോറിറ്റി ആണ്. ദാറ്റ് മീൻസ് ഏറ്റവും പ്രയോറിറ്റി ഉള്ള ഇന്ററപ്റ്റിനെ ആദ്യം ഹാൻഡിൽ ചെയ്യും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഫുള്ളി നെസ്റ്റഡ് മോഡിലാണെങ്കിൽ IR0 മുതൽ IR7 വരെയുള്ള പിന്നിൽ ഇന്ററപ്റ്റ് വന്നെന്ന് വിചാരിക്കും. അപ്പം ഫുള്ളി നെസ്റ്റഡ് മോഡിലാണെങ്കിൽ 8259 ഏത് ഇന്ററപ്റ്റിനെയാണ് എടുക്കുക? ഏറ്റവും ഹയസ്റ്റ് പ്രയോറിറ്റി ഉള്ള ഇന്ററപ്റ്റ് ഏതാണോ ആ ഇന്ററപ്റ്റിനെ മാത്രമാണ് എടുക്കുക. ദാറ്റ് മീൻസ് IR0 എടുക്കും, ബാക്കിയുള്ള എല്ലാ ഇന്ററപ്റ്റിനെയും എന്താക്കി മാറ്റും? അത് മാസ്ക് ചെയ്ത് കളയും. ഓക്കെ, മാസ്ക് ചെയ്ത ഇന്ററപ്റ്റിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് രജിസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു, നമ്മൾ ആർക്കിടെക്ചറിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഫുള്ളി നെസ്റ്റഡ് മോഡിൽ ഇത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ. നമ്മുടെ സാധാരണ ഓപ്പറേഷൻ തന്നെയാണ് ഇതിൽ പറയുന്നത്. IR0 മുതൽ IR7 വരെയുള്ള പിന്നില് ഇന്ററപ്റ്റ് വരുവാണെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് പ്രയോറിറ്റി ഉള്ള ഇന്ററപ്റ്റിനെ 8259 ഹാൻഡിൽ ചെയ്യും, ബാക്കിയുള്ള ഇന്ററപ്റ്റിനെ എന്ത് ചെയ്യും? അത് മാസ്ക് ചെയ്ത് കളയും. ഓക്കെ, അപ്പൊ ഫോർ എക്സാമ്പിൾ IR1 IR5 ഇന്ററപ്റ്റ് വന്നതെങ്കിൽ IR1 എന്ന് പറയുന്ന ഇന്ററപ്റ്റിനെ എടുത്തിട്ട് ഹാൻഡിൽ ചെയ്യും. IR5 എന്ത് ചെയ്യും? IR5 എന്ന് പറയുന്ന പിന്നിൽ വന്ന ഇന്ററപ്റ്റിനെ അത് മാസ്ക് ചെയ്ത് കളയും. ഓക്കെ, ബാക്കിയുള്ള എല്ലാ ലോവർ പ്രയോറിറ്റി ഉള്ള ഇന്ററപ്റ്റ്സിനെയും മാസ്ക് ചെയ്ത് കളയും. ഏറ്റവും ഹയസ്റ്റ് പ്രയോറിറ്റി ഉള്ള ഇന്ററപ്റ്റിനെ അത് എന്തിലോട്ട് കടത്തിവിടും? ഇന്ററപ്റ്റ് സർവീസ് റൂട്ടിൽ അതായത് ചെയ്യാൻ വേണ്ടി കൊടുക്കും. ഓക്കെ, അതാണ് ഫുള്ളി നെസ്റ്റഡ് മോഡിൽ ചെയ്യുന്നത്. നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഓപ്പറേഷൻ ആണ് ഫുള്ളി നെസ്റ്റഡ് മോഡിൽ നടക്കുന്നത്. ഈ ഫുള്ളി നെസ്റ്റഡ് മോഡിന്റെ കേസിൽ ഒറ്റ 8259 മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. കാസ്കേഡിംഗ് മോഡ് ഇവിടെ വരുന്നില്ല. ഒറ്റ 8259 കേസ് മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, ഫുള്ളി നെസ്റ്റഡ് മോഡ് സിമ്പിൾ ആണ്. എന്താണ്? ഏറ്റവും ഹയസ്റ്റ് പ്രയോറിറ്റി ഉള്ള ഇന്ററപ്റ്റിനെ ഹാൻഡിൽ ചെയ്യും, ബാക്കിയുള്ളതിനൊക്കെ മാസ്ക് ചെയ്യും. ഹയസ്റ്റ് പ്രയോറിറ്റി ഇന്ററപ്റ്റ് വന്നു കഴിഞ്ഞാൽ അതിനെ ഹാൻഡിൽ ചെയ്യാൻ മീൻസ് എന്താണ്? അതിന് ഇന്ററപ്റ്റ് സർവീസ് റൂട്ടിലോട്ട് കൊടുക്കും, ബാക്കിയുള്ളതിനൊക്കെ ഹാൻഡിൽ ചെയ്യും. പിന്നെ ആ ഇന്ററപ്റ്റ് സർവീസ് റൂട്ടിൽ അത് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, ഇതാണ് ഫുള്ളി നെസ്റ്റഡ് മോഡിൽ നടക്കുന്നത്. നെക്സ്റ്റ് സ്പെഷ്യൽ ഫുള്ളി നെസ്റ്റഡ് മോഡ്. ഇത് സിമിലർ ടു ഫുള്ളി നെസ്റ്റഡ് മോഡ് തന്നെയാണ്, പക്ഷെ ചില ഡിഫറൻസ് മാത്രമുണ്ട്. അതെന്താ നമുക്ക് നോക്കാം. ഈ ഒരു കേസിൽ ഒരു 8259 മാത്രമല്ല, ഒന്ന് കൂടുതൽ 8259 കണക്ട് ചെയ്യാം. നമ്മുടെ ഫുള്ളി നെസ്റ്റഡ് മോഡിലാണെങ്കിൽ ഒരു 8259 മാത്രം ഉള്ള കേസാണ് പറഞ്ഞത്. അപ്പോൾ ഒരു 8 ഇന്ററപ്റ്റ് മാത്രമേ വരാനുള്ള പോസിബിലിറ്റി ഉള്ളൂ. പക്ഷെ കാസ്കേഡിംഗ് മോഡിലാണെങ്കിൽ 8259 ഒന്ന് കൂടുതൽ 8259 നമുക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെയുള്ള കേസിൽ നമ്മളിപ്പോൾ ഇതിൽ മാസ്റ്റർ സ്ലേവ് എന്ന് പറയുന്ന കൺസെപ്റ്റ് വരും. അതായത് ഒന്ന് കൂടുതൽ 8259 വരുമ്പം ഒരു 8259 മാസ്റ്റർ ആയിട്ട് ആക്ട് ചെയ്യും, ബാക്കിയുള്ളതൊക്കെ സ്ലേവ് ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, അങ്ങനെയൊക്കെ വരാം. പക്ഷെ ഇതിൽ കൺസെപ്റ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫുള്ളി നെസ്റ്റഡ് മോഡിലാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഹയർ പ്രയോറിറ്റി 8 ഇന്ററപ്റ്റിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ഹയർ പ്രയോറിറ്റി വരാനുള്ള പോസിബിലിറ്റി ഉള്ളൂ. ബാക്കിയൊക്കെ എന്താവും? ലോവർ പ്രയോറിറ്റി ആയിരിക്കും. അതിനെ നമുക്ക് മാസ്ക് ചെയ്യാം. പക്ഷേ സ്പെഷ്യൽ ഫുള്ളി നെസ്റ്റഡ് മോഡിൽ ഒരുപാട് 8259 കണക്ട് ചെയ്യാന്ന് വിചാരിക്കും. ആ കേസിൽ ഇപ്പം അറ്റ് എ ടൈം ഒരു ഇന്ററപ്റ്റ് വന്നു, 2-3 ഇന്ററപ്റ്റ് വന്നു. അതിലിപ്പം ഏറ്റവും ഒരു 8259 കേസ് എടുക്കുമ്പോൾ അതിൽ 8 ഇന്ററപ്റ്റ് ഉണ്ടാവുമല്ലോ. അതിലിപ്പോൾ IR4 എന്ന് പറയുന്ന ഇന്ററപ്റ്റും IR5 എന്ന് പറയുന്ന ഇന്ററപ്റ്റും വന്നു. ഓട്ടോമാറ്റിക്കലി എന്താ ചെയ്യായിട്ടു? ആ ഒരു IR4 എന്ത് ചെയ്യും? എക്സിക്യൂട്ട് ചെയ്യും. IR5 മാസ്ക് ചെയ്യും. പക്ഷേ സപ്പോസ് ഇനി വേറെ ഏതെങ്കിലും ഒരു ഇതിനെക്കാട്ടും ഹയർ പ്രയോറിറ്റി ഉള്ളൊരു ഇന്ററപ്റ്റ് വരുവാണെങ്കിൽ, വേറെ ഏതെങ്കിലും 8259 ഇതിലും ഹയർ പ്രയോറിറ്റി ഉള്ള ഇന്ററപ്റ്റ് വരുവാണെങ്കിൽ, IR3 വന്നോന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇന്ററപ്റ്റ് അല്ലല്ലോ ശരിക്കും ഹയർ പ്രയോറിറ്റി വരുന്ന ഇന്ററപ്റ്റ്, പിന്നെ വന്നുള്ള ഇന്ററപ്റ്റ് ആണല്ലോ, അതായത് IR3 ആണല്ലോ ഹയർ പ്രയോറിറ്റി വരുന്നത്. അങ്ങനെയുള്ള ഫെർദർ റിക്വസ്റ്റിനെയൊക്കെ എന്ത് ചെയ്യും? ഫെർദർ റിക്വസ്റ്റ് ഹയർ പ്രയോറിറ്റി ഉള്ളത് വരുവാണെങ്കിൽ അതിനെ എന്ത് ചെയ്യും? ഹാൻഡിൽ ചെയ്യും. മറ്റേ കേസിൽ അത് നടക്കില്ല. ഫുള്ളി നെസ്റ്റഡ് മോഡിൽ ഇൻ കേസ് ഇപ്പോൾ ഒരു IR1 ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ IR0 വരുവാണെങ്കിൽ പിന്നെ അത് ചെയ്യില്ല. IR1 ആണ് ചെയ്തുകൊണ്ടിരിക്കുക. ആ സമയത്ത് വന്ന ഇന്ററപ്റ്റ്സിൽ ഏതാണോ ഹയസ്റ്റ് പ്രയോറിറ്റി ഉള്ളത് അതിനെയാണ് ഹാൻഡിൽ ചെയ്യുക. ഓക്കെ, പക്ഷെ സ്പെഷ്യൽ ഫുള്ളി നെസ്റ്റഡ് മോഡിൽ ഇപ്പം കറന്റ്ലി ഒരു ഇന്ററപ്റ്റ്സ് ഹാൻഡിൽ ചെയ്തുകൊണ്ടേ ഇരിക്കുവാണ്. ഓക്കെ, അതിനേക്കാട്ടും ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു ഇന്ററപ്റ്റ് വരുവാണെങ്കിൽ എന്ത് ചെയ്യും? അതിനെയും കൂടെ കൺസിഡർ ചെയ്യും. അതാണ് സ്പെഷ്യൽ ഫുള്ളി നെസ്റ്റഡ് മോഡിൽ ചെയ്യുന്നത്. ഓക്കെ,
ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവും വെൻ ആൻ ഇൻറപ്റ്റ് റിക്വസ്റ്റ് ഫ്രം സ്ലേവ് ഈസ് ബീയിങ് സർവീസ്ഡ്. അതായത് ഏതെങ്കിലും ഒരു സ്ലേവ് എന്നുള്ള ഇൻറപ്റ്റ് റിക്വസ്റ്റ് സർവീസ് ചെയ്യുകയാണെങ്കിൽ ദ സ്ലേവ് ഈസ് അലൗഡ് ടു പ്ലേസ് ഫെർദർ റിക്വസ്റ്റ്. ബാക്കിയുള്ള റിക്വസ്റ്റ് ഒക്കെ എന്ത് ചെയ്യും, നമ്മൾ മാസ്ക് ചെയ്ത് കളയും. ഇഫ് ദീസ് റിക്വസ്റ്റ് ആർ ഓഫ് ഹയർ പ്രയോറിറ്റി, അതായത് സോറി ഇനി പുതിയൊരു എന്താണ് ഇൻറപ്റ്റ്സ് വരുവാണെങ്കിൽ എന്തിനേക്കാട്ടും പ്രയോറിറ്റി കൂടുതലുള്ളത് കറന്റ്ലി സർവീസ് ചെയ്യുന്ന ഇൻറപ്റ്റ്സിനെക്കാട്ടും ഹയസ്റ്റ് പ്രയോറിറ്റി ഉള്ള ഒരു ഇൻറപ്റ്റ് വരുവാണെങ്കിൽ ആ ഇൻറപ്റ്റിനെ നമ്മുടെ മാസ്റ്റർ റെക്കഗ്നൈസ് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യും, ആ റിക്വസ്റ്റും കൂടെ ഹാൻഡിൽ ചെയ്യും. അതാണ് സ്പെഷ്യൽ ഫുള്ളി നെസ്റ്റഡ് മോഡിൽ ചെയ്യുന്നത്. ഫുള്ളി നെസ്റ്റഡ് മോഡിന്റെ അതേ കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒറ്റ ഡിഫറൻസ് മാത്രമാണുള്ളത്. ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻറപ്റ്റ്സിനെക്കാട്ടും ഹയസ്റ്റ് പ്രയോറിറ്റി ഉള്ള ഒരു ഇൻറപ്റ്റ് വരുവാണെങ്കിൽ അതിനെയും കൂടെ കൺസിഡർ ചെയ്യും. ഏത് സ്പെഷ്യൽ ഫുള്ളി നെസ്റ്റഡ് മോഡിൽ. ഓക്കെ, ഇതാണ് ഫുള്ളി നെസ്റ്റഡ് മോഡും സ്പെഷ്യൽ ഫുള്ളി നെസ്റ്റഡ് മോഡും. ഫുള്ളി നെസ്റ്റഡ് മോഡിലാണെങ്കിൽ IR0 ആണ് ഹയസ്റ്റ് പ്രയോറിറ്റി, എന്താണ് IR7 ആ രീതിയിൽ വരും. അതിൽ ഒറ്റ IC മാത്രമേ ഉണ്ടാവും, 8259. സോ 8 ഇൻറപ്റ്റ്സ് മാത്രമേ വരൂ. അതിലിപ്പോ എന്താണ് IR5ഉം IR7ഉം IR6ഉം വരുവാണെങ്കിൽ IR5നെ ഹാൻഡിൽ ചെയ്യും, ബാക്കിയൊക്കെ മാസ്ക് ചെയ്ത് കളയും. അതാണ് ഫുള്ളി നെസ്റ്റഡിൽ ചെയ്യുന്നത്. പക്ഷേ സ്പെഷ്യൽ ഫുള്ളി നെസ്റ്റഡ് ആണെങ്കിൽ ഇപ്പൊ നിങ്ങൾ കറന്റ് ഒരു IR3 എന്ന് പറയുന്ന ഇൻറപ്റ്റ്സ് ആണ് ഹാൻഡിൽ ചെയ്യുന്നതെങ്കിൽ ഇനി വേറെ ഏതെങ്കിലും ഒരു ഡിവൈസിൽ നിന്ന്, വേറെ ഏതെങ്കിലും ഒരു സ്ലേവ് ഡിവൈസസ് നിന്ന് അതിലും ഹയസ്റ്റ് പ്രയോറിറ്റി ഇൻറപ്റ്റ്സ് വരുവാണെങ്കിൽ അതിനെയും കൂടെ എന്ത് ചെയ്യും, ഹാൻഡിൽ ചെയ്യും. ഓക്കെ, അതാണ് സ്പെഷ്യൽ ഫുള്ളി നെസ്റ്റഡ് മോഡിൽ ചെയ്യുന്നത്. സെയിം കാര്യങ്ങൾ തന്നെ ടെക്സ്റ്റിലുള്ള ഇതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇത് ഞാൻ നെറ്റിൽ നിന്ന് കോപ്പി ചെയ്തതാണ്. നെക്സ്റ്റ് റൊട്ടേറ്റിംഗ് പ്രയോറിറ്റി മോഡ്. ഇതിൽ രണ്ട് തരത്തിലുണ്ട്, ഓട്ടോമാറ്റിക് റൊട്ടേഷനും സ്പെസിഫിക് റൊട്ടേഷനും. ഓട്ടോമാറ്റിക് റൊട്ടേഷൻ ഒന്നുമില്ല. അതായത് ഫോർ എക്സാമ്പിൾ ഒരു ഡിവൈസ് ഇപ്പൊ ഒരു IR3 എന്ന് പറയുന്ന ഇൻറപ്റ്റ്സിനെ ഹാൻഡിൽ ചെയ്തു. ഓക്കെ, റൊട്ടേറ്റിംഗ് പ്രയോറിറ്റി ആണ്. ദാറ്റ് മീൻസ് ഏറ്റവും ഹയസ്റ്റ് പ്രയോറിറ്റി ഏതിനാണ്, IR0 ആണ്, IR1, IR2, IR3, IR7 അങ്ങനെയാണ് വരുന്നത്. ഇപ്പൊ അത് IR4 എന്ന് പറയുന്ന ഒരു ഇൻറപ്റ്റ്സിനെ ഹാൻഡിൽ ചെയ്തു എന്ന് വിചാരിക്കും. ഇനി IR4ന്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ബാക്കിയെല്ലാം കഴിഞ്ഞതിന് ശേഷമായിരിക്കും. ഓക്കെ, അതായത് ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ നിങ്ങളിപ്പോ എന്തെങ്കിലും സാധനത്തിന് ക്യൂ നിന്ന് വാങ്ങിച്ചു, നിങ്ങൾ ഫസ്റ്റ് എത്തി, ക്യൂ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ തിരിച്ചെങ്ങോട്ടേക്ക് പോവുക, പിന്നെ ഒരു തവണയും കൂടെ നിങ്ങൾക്ക് വാങ്ങിക്കണമെങ്കിൽ ആ ക്യൂവിന്റെ ബാക്ക് പെട്ടിൽ നിൽക്കുക. അപ്പൊ നിങ്ങളെ പ്രയോറിറ്റി എന്തായി, എല്ലാവരും കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളെ നോക്കൂ, നിങ്ങളിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ ചെയ്യപ്പോഴാണ് ബാക്കി എല്ലാവരെയും സെർവ് ചെയ്തതിനു ശേഷമായിരിക്കും ഇനി നിങ്ങളെ പിന്നെ ഒന്നും കൂടെ ഹാൻഡിൽ ചെയ്യാം. ഓക്കെ, അതേ തിയറിയാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. അതായത് ഒരു തവണ ഒരു ഇൻറപ്റ്റിനെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇൻറപ്റ്റിന്റെ പ്രയോറിറ്റി പിന്നെ എന്തായിരിക്കും, ബാക്കി എല്ലാം കഴിഞ്ഞതിന് ശേഷമായിരിക്കും വരിക. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇവിടെ നിങ്ങൾ നോക്കിക്കോ. ആദ്യം ഇത് റൊട്ടേറ്റിംഗ് പ്രയോറിറ്റിന്റെ കേസിൽ IR0 ആണ് റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ IR0നായി ഫസ്റ്റ് പ്രയോറിറ്റി, പിന്നെ IR5നായി, IR6നായി, IR7നായി. ഇനി ഫോർ എക്സാമ്പിൾ ഇവിടെ IR5 ഹാൻഡിൽ ചെയ്തു എന്ന് വിചാരിച്ചു. ഇനി IR5ന്റെ പ്രയോറിറ്റി എന്തായിരിക്കും, IR6ഉം IR7ഉം IR0 എല്ലാം കഴിഞ്ഞതിന് ശേഷമായിരിക്കും അതിന്റെ പ്രയോറിറ്റി വരുന്നത്. ഓക്കെ, ഇതിൽ റൊട്ടേറ്റ് ചെയ്തിട്ടാണ് പ്രയോറിറ്റി വരുന്നത്. ഒരു തവണ അതിനെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൽ നിന്ന് വരുന്ന റിക്വസ്റ്റ് ബാക്കി എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഹാൻഡിൽ ചെയ്യൂ. അത് IR0 ആണ് ഹയസ്റ്റ് പ്രയോറിറ്റി എങ്കിൽ കൂടെ IR0നെ ആദ്യം ഹാൻഡിൽ ചെയ്തു. ഇനിയും IR0 എന്ന റിക്വസ്റ്റ് വരുമ്പോൾ അതെപ്പോ മാത്രമേ അതിന്റെ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യൂ, ബാക്കി എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രം. ഓക്കെ, ബാക്കി വെയിറ്റ് ചെയ്യുന്നില്ലേ കുറെ ആൾക്കാർ, അവരൊക്കെ അക്സെപ്റ്റ് ചെയ്തതിനു ശേഷം മാത്രമേ പിന്നെ IR0നെ അക്സെപ്റ്റ് ചെയ്യൂ. അതാണ് റൊട്ടേറ്റിംഗ് പ്രയോറിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഓട്ടോമാറ്റിക് റൊട്ടേഷൻ അതാണ്. ഇൻ ദിസ് മോഡ് ഡിവൈസ് ആഫ്റ്റർ ബീയിങ് സർവീസ്, ഏതെങ്കിലും ഒരു ഡിവൈസിനെ സർവീസ് ചെയ്തെങ്കിൽ റിസീവ് ദ ലോവസ്റ്റ് പ്രയോറിറ്റി, പിന്നെ അതിന്റെ പ്രയോറിറ്റി എന്തായിരിക്കും, ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള പ്രയോറിറ്റി ആയിരിക്കും. ഓക്കെ, ദ ഡിവൈസ് ജസ്റ്റ് ബീയിങ് സർവീസ്ഡ്, അതായത് ഇപ്പൊ സർവീസ് ചെയ്യുന്ന ഡിവൈസിന്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത് പിന്നെ എന്തായിരിക്കും, 7th പ്രയോറിറ്റി ആയിരിക്കും. ഓക്കെ, ഹിയർ IR3 ഹാസ് ജസ്റ്റ് ബീയിങ് സർവീസ്ഡ്. ഇവിടെ IR3 എന്ന് പറയുന്നത് ഇപ്പൊ സർവീസ് ചെയ്തൊരു ഇൻറപ്റ്റ് ആണ്. സോ IR3ന്റെ പ്രയോറിറ്റി എന്തായി മാറി, 7 ആയി മാറി. ഓക്കെ, ഏറ്റവും ലാസ്റ്റ് പ്രയോറിറ്റി ആയി മാറി. ഇപ്പോഴാണ് IR3 ഹാൻഡിൽ ചെയ്തത്. സോ ഇനി എന്താണ്, ഇനി IR3ന്റെ പ്രയോറിറ്റി എപ്പോഴേ വരും, ബാക്കിയൊക്കെ ഹാൻഡിൽ ചെയ്തതിനു ശേഷം ഏറ്റവും അവസാനം 7th പ്രയോറിറ്റി ആയിട്ട് മാത്രമേ വരും. അതാണ് ഓട്ടോമാറ്റിക് റൊട്ടേഷൻ. ഇത് സെയിം കാര്യം തന്നെ, നിങ്ങൾ ക്യൂവിൽ ആദ്യം സാധനം വാങ്ങിക്കാൻ വന്ന് 5 സാധനം വാങ്ങിച്ചു, നിങ്ങളോടൊന്നും മറന്നുപോയി, പിന്നെ നിങ്ങൾ ബാക്കിൽ ക്യൂ നിൽക്കണം, ബാക്കി എല്ലാവരെയും സേവ് ചെയ്താൽ മാത്രമേ നിങ്ങളെ പിന്നെ സേവ് ചെയ്യൂ. ഇനി അടുത്തത് സ്പെസിഫിക് റൊട്ടേഷൻ. സ്പെസിഫിക് റൊട്ടേഷനും എന്താണ് ഓട്ടോമാറ്റിക് റൊട്ടേഷനും തമ്മിൽ ഒറ്റ ഡിഫറൻസേ ഉള്ളൂ. ഇത് നമുക്ക് തന്നെ പ്രയോറിറ്റി നമുക്ക് തന്നെ പറഞ്ഞു കൊടുക്കാം. ഓക്കെ, അതായത്
ഡിഫോൾട്ട് ആയിട്ട് IR0 ഏറ്റവും ഹയസ്റ്റ് പ്രയോറിറ്റി, IR1 IR2 അങ്ങനെയാണ് വരുന്നത്. നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് ഏതെങ്കിലും ഒരു ഡിവൈസിന് പ്രയോറിറ്റി കൊടുക്കണമെന്ന് വിചാരിച്ചു. ഫോർ എക്സാമ്പിൾ ഇവിടെ എന്താണ് ലോവസ്റ്റ് പ്രയോറിറ്റി അസൈൻ ടു IR2. ഇവിടെ ഞാൻ എന്താ ചെയ്തിരിക്കുന്നത്, ഇവരെന്താ ചെയ്തിരിക്കുന്നത്, IR2 എന്ന് പറയുന്ന ഇന്ററപ്റ്റിന് ഏറ്റവും ലോവസ്റ്റ് പ്രയോറിറ്റി അസൈൻ ചെയ്താൽ കൊടുത്തു. ഓക്കെ, IR2ന് 7th പ്രയോറിറ്റി അസൈൻ ചെയ്ത് കൊടുത്തു. ഓക്കെ, IR2ന് 7th പ്രയോറിറ്റി ആണെങ്കിൽ തൊട്ടടുത്ത് വരുന്ന IR3ക്ക് 0 ആയിരിക്കും. അത് ആ രീതിയിൽ മാത്രമേ വരൂ കേട്ടോ, അത് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മാത്രമേ വരൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് IR4ന് 1, IR5ന് 2, അങ്ങനെയാണ് പ്രയോറിറ്റി പിന്നെ പോകുന്നത്. ഓക്കെ, ഇനി ഞാൻ IR3ക്കാണ് ലോവസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നതെങ്കിൽ IR3ക്ക് ഞാൻ സെറ്റ് ചെയ്യാണ് ലോവസ്റ്റ് പ്രയോറിറ്റി. അപ്പോൾ IR3ന്റെ പ്രയോറിറ്റി എന്താണ് 7 ആണ്, ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ളത്. പിന്നെ IR4നായിരിക്കും ഫസ്റ്റ് പ്രയോറിറ്റി വരിക. അപ്പൊ അത് അങ്ങനെ ആ ഓർഡറിൽ മാത്രമേ വരൂ കേട്ടോ. ഇതാണ് സ്പെസിഫിക് റൊട്ടേഷൻ എന്ന് പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ പ്രയോറിറ്റീസ് അസൈൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇവിടെ ലോവസ്റ്റ് പ്രയോറിറ്റി ഞാൻ IR2നാണ് അസൈൻ ചെയ്ത് കൊടുത്തത്. ലോവസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് എന്താണ് 7th പ്രയോറിറ്റി ആണ്. ആ 7th പ്രയോറിറ്റി IR2ന് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ഹയസ്റ്റ് പ്രയോറിറ്റി വരുന്നത് തൊട്ടടുത്ത IR3ക്കായിരിക്കും, പിന്നെ IR4 അങ്ങനെയാണ് വരിക. ഇതിൽ അസൈൻ ചെയ്ത് കൊടുക്കാം നമുക്ക് പ്രയോറിറ്റി. അതാണ് സ്പെസിഫിക് റൊട്ടേഷൻ. ഇനി അടുത്തത് പോൾഡ് മോഡിൻ 8259. നമ്മൾ 8279 പഠിച്ചപ്പോൾ നിങ്ങൾ രണ്ട് രീതിയിലുള്ള കീബോർഡ് റെക്കഗ്നൈസ് ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ററപ്റ്റ് മോഡിലും പോൾഡ് മോഡിലും. എന്തായിരുന്നു പോൾഡ് മോഡ്? അതായത് നമ്മൾ IC ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അതായത് എന്താണ് കീബോർഡ് കീ പ്രസ്സിംഗ് നടന്നിട്ടുണ്ടോ എന്നുള്ളത് IC ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്ന മോഡാണ് എന്ത് പോൾഡ് മോഡ്. ഓക്കെ, അതേ സെയിം കാര്യമാണ് ഇവിടെ പോൾഡ് മോഡിൽ നടക്കുന്നത്. അതായത് ഇന്ററപ്റ്റ് വന്നിട്ടുണ്ടോ എന്ന് ആര് ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കും? 8259 ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ആ മോഡ് ഞാൻ എന്ത് പറയുന്നത് പോൾഡ് മോഡ് എന്ന് പറയുന്നത്. ഇന്ററപ്റ്റ്സ് വന്നോന്ന് ചെക്ക് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ശരിക്കും ആക്ച്വലി എന്താണ് ഇന്ററപ്റ്റ് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് എന്താണ് ഇന്ററപ്റ്റിന്റെ ഫംഗ്ഷൻസ് ഹാൻഡിൽ ചെയ്തോളും. പക്ഷെ ഈ പോൾഡ് മോഡിൽ എന്താണ് IC ചെക്ക് ചെയ്യുന്നുണ്ട്, ഏതെങ്കിലും ഡിവൈസസ് ഇന്ററപ്റ്റ് വരുന്നുണ്ടോ എന്ന് ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് ഇന്ററപ്റ്റ് മോഡ് പോൾഡ് മോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതാണ് പോൾഡ് മോഡ്. വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പൊ അതിനുള്ള ഒരു കൺട്രോൾ വേർഡ് ഫോമാറ്റ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, 1 D7 മുതൽ D07 വരെയുള്ള ഒരു 8-bit ഇതാണ്, അതിന് ഡാറ്റ വേർഡ് ആണ് അതിന് യൂസ് ചെയ്യുന്നത്. ഇതില് D6ഉം D5ഉം D4ഉം D3ഉം നമ്മൾ യൂസ് ചെയ്യുന്നില്ല, ഡോണ്ട് കെയർ ആണ്. ഇനി ഈ D7th പിന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഡാറ്റ വേർഡിന്റെ D7th പിന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് 1 ആണെങ്കിൽ സിസ്റ്റത്തിന് എന്ത് മനസ്സിലായി? ഒരു ഇന്ററപ്റ്റ് വന്നിട്ടുണ്ട് എന്ന് മനസ്സിലായി. ഓക്കെ, ഇനി അത് 0 ആണെങ്കിൽ സിസ്റ്റത്തിന് എന്ത് മനസ്സിലായി? ഇന്ററപ്റ്റ് ഒന്നും വന്നിട്ടില്ല. ഓക്കെ, ആക്ച്വലി ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. ശരിക്കും എന്ത് നോക്കിയാൽ മതി? INT പിന്ന് നോക്കിയാൽ മതി. INT പിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇന്ററപ്റ്റ് വന്നിട്ടുണ്ടോ നമുക്ക് മനസ്സിലാവും. പക്ഷെ ഇവിടെ എന്താണ് INT ഔട്ട്പുട്ട് യൂസ് ചെയ്യുന്നില്ല പോൾഡ് മോഡിൽ. കാരണം എന്താണ് പോൾഡ് മോഡിൽ അവർ സെപ്പറേറ്റഡ് തന്നെ ചെക്ക് ചെയ്യുവാണ്, ഓരോ തവണയും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെക്ക് ചെയ്യുവാണ് ഇന്ററപ്റ്റ് വരുന്നുണ്ടോ എന്നുള്ള കാര്യം. ഓക്കെ, അപ്പൊ ഈ പോൾഡ് മോഡിൽ INT എന്ന് പറയുന്ന പിന്നിന്റെ ആവശ്യം കൂടെ വരുന്നില്ല. INTന്റെ ഔട്ട്പുട്ട് ചെക്ക് ചെയ്യൂല. കാരണം സാധാരണ കേസിൽ ഇന്ററപ്റ്റ് പിന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവേണ്ടതാണ് ഇന്ററപ്റ്റ് വന്നിട്ടുണ്ടോ എന്നുള്ളത്. പക്ഷേ ഈ പോൾഡ് മോഡിൽ INT പിന്നിന് അവർ നോക്കുന്നില്ല. എന്താണ് ചെക്ക് ചെയ്യുന്നത്? ഈ പോൾഡ് മോഡിലുള്ള ഡാറ്റ വേർഡ് നോക്കിയിട്ട് ഇന്ററപ്റ്റ് വന്നിട്ടുണ്ടോ നോക്കും. ഡാറ്റ വേർഡിന്റെ 7th പിന്ന് 1 ആണെങ്കിൽ ഇന്ററപ്റ്റ് വന്നിട്ടുണ്ട് എന്നാണ് അതിന്റെ മീനിങ്. അത് 0 ആണെങ്കിൽ എന്താണ് വന്നിട്ടില്ല. ഇനി ഇത് ഡോൺ കെയർ ആണ്. ഇനി നിങ്ങൾ W1 W2 W0 കണ്ടിട്ടില്ലേ? ഈ ബിറ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തും കൂടെ മനസ്സിലാവും ഏതാ ഇന്ററപ്റ്റ് ആണ് വന്നത്. IR0 ആണോ, IR7 ആണോ, IR5 ആണോ, IR3 ആണോ? അതെങ്ങനെയാ നോക്കുക? 00 ആണെങ്കിൽ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് 00 ആണെങ്കിൽ IR1 ഇന്ററപ്റ്റ് ആണ് വന്നത്. ഇവിടെ 00 ആണുള്ളതെങ്കിൽ 00 ആണെങ്കിൽ IR0 ആണ്. 111 ആണെങ്കിൽ IR7 ആണ്. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരും. ഓക്കെ, അപ്പൊ W2ഉം W1ഉം W0 നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം? ഏത് ഇന്ററപ്റ്റ് ആണ് വന്നതെന്ന് മനസ്സിലാക്കാം. അത് IR1 ആണോ, IR2 ആണോ, IR0 ആണോ, IR3 4 അത് നമുക്ക് മനസ്സിലാവാൻ പറ്റും. ഇനി ഇന്ററപ്റ്റ് ഉണ്ടോ എന്നുള്ള കാര്യം ഇത് നോക്കിയാൽ മനസ്സിലാവും. ഇന്ററപ്റ്റ് ഉണ്ടെങ്കിൽ 1 ആണ് സെറ്റ് ചെയ്തതെങ്കിൽ അത് ഏത് ടൈപ്പ് ഇന്ററപ്റ്റ് ആണ് വന്നതെന്ന് മനസ്സിലാവണമെങ്കിൽ ഈ 3 ബിറ്റും നോക്കിയാൽ മതി. D2 D1 D0 പിന്നെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ചിലപ്പോൾ 1 ആയിരിക്കും വന്നിട്ടുണ്ടാവും, 00 ആയിരിക്കും 1 ആയിരിക്കും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലായി? അത് 1 എന്ന് പറയുന്ന IR1 ഇന്ററപ്റ്റ് ആണ് വന്നത്. ഇതാണ് പോൾഡ് മോഡിൽ നടക്കുന്നത്. ഓക്കെ, ഒരു സെക്കൻഡ്, ആരോ അതിലേക്ക് വരുന്നതാണോ കട്ടാവുന്നതാണോ?
നെക്സ്റ്റ് സ്പെഷ്യൽ മാസ്ക് മോഡ് ഇൻ 8259. സ്പെഷ്യൽ മാസ്ക് മോഡിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോ നേരത്തെ കേസിൽ ഫുള്ളി നെസ്റ്റഡ് മോഡിലൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞിരുന്നു, ഒരു ഇന്ററപ്ഷനെ ഹാൻഡിൽ ചെയ്ത് ബാക്കിയൊക്കെ മാസ്ക് ചെയ്തു എന്ന് പറഞ്ഞു. പക്ഷെ സ്പെഷ്യൽ മാസ്ക് മോഡിൽ എല്ലാത്തിനെയൊന്നും ലോവസ്റ്റ് പ്രയോറിറ്റിനെയും ഹയസ്റ്റ് പ്രയോറിറ്റിനെയും ഒന്നും മാസ്ക് ചെയ്യുന്നില്ല. അതായത് എന്ത് ചെയ്യുന്നില്ല, അതായത് ഇപ്പോൾ 4 ഇന്ററപ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഫുള്ളി നെസ്റ്റഡ് മോഡിലാണെങ്കിൽ ഏതെങ്കിലും ഒരു ഇന്ററപ്റ്റിനെ ഹാൻഡിൽ ചെയ്യും, ബാക്കിയൊക്കെ മാസ്ക് ചെയ്തത്. സ്പെഷ്യൽ ഫുള്ളി നെസ്റ്റഡ് മോഡിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ലോവസ്റ്റ് പ്രയോറിറ്റിയോ ഹയസ്റ്റ് പ്രയോറിറ്റിയോ എന്തും ആയിക്കോട്ടെ, അതിനെ ഒന്നും എന്ത് ചെയ്യുന്നില്ല, മാസ്ക് ചെയ്യുന്നില്ല. ദാറ്റ് മീൻസ് എന്താണ്, അതിനൊക്കെ ഹാൻഡിൽ ചെയ്യും, ഒന്ന് ഹാൻഡിൽ ചെയ്തതിനു ശേഷം അടുത്ത ഹാൻഡിൽ ചെയ്യും. ഓക്കെ, അതാണ് സ്പെഷ്യൽ മാസ്ക് മോഡിൽ ചെയ്യുന്നത്. ഇവിടെ പ്രയോറിറ്റി ഒന്നും നോക്കുന്നില്ല, എല്ലാ ഇന്ററപ്റ്റ്സിനെയും, ഇവിടെ പ്രയോറിറ്റി ബേസ്ഡ് അല്ല, സോ എല്ലാ ഇന്ററപ്റ്റ്സിനെയും അത് ഹാൻഡിൽ ചെയ്യും, ഒന്നിനെ മാസ്ക് ചെയ്ത് കളയുന്നൊന്നുമില്ല. ഓക്കെ, ലോവസ്റ്റ് പ്രയോറിറ്റി ആണോ ഹയസ്റ്റ് പ്രയോറിറ്റി ആണോ ഒന്നും നോക്കുന്നില്ല. പക്ഷെ ഇവിടെ ഒരു കാര്യം നോക്കുന്നുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോ ജസ്റ്റ് സർവീസ് ചെയ്തത് IR3 ആണെങ്കിൽ, ഇനി 3-4 ഇന്ററപ്റ്റ്സ് വരുവാണെന്ന് വെച്ചോ, 0, 1, 2, 3. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഹാൻഡിൽ ചെയ്ത് 3 എന്ന് പറയുന്ന പ്രയോറിറ്റിനെ ഇന്ററപ്റ്റ്സിനെ ഹാൻഡിൽ ചെയ്യില്ല, 0-നെയും 1-നെയും 2-നെയും ഹാൻഡിൽ ചെയ്യും. അതാണ് ഇവിടെ വരുന്ന ഒരു പ്രത്യേകത. സ്പെഷ്യൽ മാസ്ക് മോഡിൽ ലോവസ്റ്റ് പ്രയോറിറ്റി ആണോ ഹയസ്റ്റ് പ്രയോറിറ്റി ആണോ എന്നൊന്നും നോക്കുന്നില്ല, പ്രയോറിറ്റി ബേസ്ഡ് അല്ല. എത്ര ഇന്ററപ്റ്റ്സ് വരുവാണെങ്കിലും ആ ഇന്ററപ്റ്റ്സിനൊക്കെ ഹാൻഡിൽ ചെയ്യും, പക്ഷെ ജസ്റ്റ് സർവീസ് ചെയ്ത സാധനത്തിന് ഹാൻഡിൽ ചെയ്യില്ല. പിന്നെയും അതൊന്നും കൂടെ വരുവാണെങ്കിൽ അതിനിപ്പോൾ ഹാൻഡിൽ ചെയ്യില്ല. ഓക്കെ, അതാണ് സ്പെഷ്യൽ മാസ്ക് മോഡിൽ ചെയ്യുന്നത്. എൻഡ് ഓഫ് ഇന്ററപ്റ്റ്സ് എന്ന് പറയുന്നത് ഒന്നുമില്ല. അതായത് എന്താണ്, നമ്മളെല്ലാം ഇന്ററപ്റ്റ്സ് മോഡും പഠിച്ചു, മനസ്സിലായിട്ടുണ്ടാവും. ഇവിടെ പ്രയോറിറ്റി ബേസ്ഡ് ഫുള്ളി നെസ്റ്റഡ് മോഡ് പറഞ്ഞു, സ്പെഷ്യൽ ഫുള്ളി നെസ്റ്റഡ് മോഡ് പറഞ്ഞു, റൊട്ടേറ്റിംഗ് പ്രയോറിറ്റി പറഞ്ഞു, സ്പെഷ്യൽ മാസ്ക് മോഡ് പറഞ്ഞു, പോൾഡ് മോഡ് പറഞ്ഞു. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് പോൾഡ് മോഡാണ്, എക്സാമിന് എപ്പോഴും ചോദിക്കുന്നത്. അതുകൂടാതെ ഫുള്ളി നെസ്റ്റഡ് മോഡും സ്പെഷ്യൽ ഫുള്ളി നെസ്റ്റഡ് മോഡും റൊട്ടേറ്റിംഗ് പ്രയോറിറ്റിയും ഒക്കെ ചോദിക്കാം. ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് പോൾഡ് മോഡാണ്. ഇനി എൻഡ് ഓഫ് ഇന്ററപ്റ്റ്സ് എന്താണ്, ഒന്നുമില്ല എൻഡ് ഓഫ് ഇന്ററപ്റ്റ്സ്. അതായത് നമ്മളിപ്പോ ഒരു ഇന്ററപ്റ്റ് വന്നു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും, ഇന്ററപ്റ്റ് സർവീസ് റൂട്ടീൻ അത് ഹാൻഡിൽ ചെയ്യും. ഇന്ററപ്റ്റ് സർവീസ് റൂട്ടീൻ അത് ഹാൻഡിൽ ചെയ്ത് കഴിയുമ്പോൾ, അതായത് 8086 അതിനെ ഹാൻഡിൽ ചെയ്യും. 8086 അത് ഹാൻഡിൽ ചെയ്ത് കഴിയുമ്പോൾ എൻഡ് ഓഫ് ഇന്ററപ്റ്റ് ആയി, അതായത് ആ ഇന്ററപ്റ്റിനെ ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞു എന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, എൻഡ് ഓഫ് ഇന്ററപ്റ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ISR ബിറ്റ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇന്ററപ്റ്റ് ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞോ ഇല്ലയോ എന്നുള്ളത്. ISR ബിറ്റ് റീസെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ്, അത് ബൈ ആൻ എൻഡ് ഓഫ് ഇന്ററപ്റ്റ് ആണ്. ISR ബിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇന്ററപ്റ്റ് സർവീസ് റൂട്ടീൻ നടന്നുകൊണ്ടേ ഇരിക്കും. ഓക്കെ, ISR ബിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ISR ബിറ്റ് 1 ആണെങ്കിൽ ഇപ്പൊ ഇന്ററപ്റ്റ് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്, ആ ഇന്ററപ്റ്റിന്റെ സർവീസ് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇനി ISR ബിറ്റ് റീസെറ്റ്, അതായത് 0 ആണെങ്കിൽ എൻഡ് ഓഫ് ഇന്ററപ്റ്റ് ആയി എന്ന് മനസ്സിലാവും. ഓക്കെ, അത് ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് എൻഡ് ഓഫ് ഇന്ററപ്റ്റ് കൊടുക്കുന്നത്. അതായത് നമ്മളെ ഇന്ററപ്റ്റ് ഹാൻഡിൽ ചെയ്തു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എൻഡ് ഓഫ് ഇന്ററപ്റ്റ്. അത് ISR ബിറ്റ് സെറ്റ് ആണോ റീസെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഇതാണ് എൻഡ് ഓഫ് ഇന്ററപ്റ്റ്, ഒരു ഇന്ററപ്റ്റ് സർവീസ് റൂട്ടീൻ എൻഡ് ചെയ്ത് ഇത് കാണിക്കാൻ വേണ്ടിയിട്ട്. പിൻ ഡയഗ്രാം ആണ് 8259. അത് അന്ന് ജസ്റ്റ് സ്പെസിഫൈ ചെയ്യാൻ പറ്റിയില്ല, അത് വേണ്ടിയിരുന്നില്ല. ആ മോഡ്യൂളിൽ തേർഡ് മോഡ്യൂളിൽ ജസ്റ്റ് ആർക്കിടെക്ചർ മാത്രമേ നമ്മൾ പഠിക്കേണ്ടിയിരുന്നുള്ളൂ. പിൻ ഡയഗ്രാം അഥവാ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ അവിടെ ആർക്കിടെക്ചറിൽ പഠിച്ച അതേ കാര്യങ്ങൾ തന്നെയാണ് പിൻ ഡയഗ്രത്തിലും വരിക. നമ്മൾ കുറെ കാര്യങ്ങൾ ഇത്രയും കണ്ടല്ലോ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ ഒരു ഐഡിയ എങ്ങനെ എഴുതണം എന്നുള്ളത്. അപ്പൊ പിൻ ഡയഗ്രാം ഓഫ് 8259 എന്ന് പറയുന്നത് പിന്ന് 28 പിന്നേ ഉള്ളൂ കേട്ടോ. മറ്റേതിലൊക്കെ നമ്മൾ 40 പിന്നൊക്കെ പഠിച്ചിരുന്നു, ഇതിൽ 28 പിന്ന് മാത്രമാണ് 8259 വരുന്നത്. ഇതിൽ CS എന്താ, ചിപ്പ് സെലക്ഷൻ ആണ്. റൈറ്റ് എന്താ, റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. റീഡ് എന്താ, റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പലതിലും കണ്ട് പഠിച്ച സാധനങ്ങളാണ്. അതേ കാര്യങ്ങൾ തന്നെ ഇവിടെയും എഴുതിയാൽ മതി, ഐസിന്റെ പേര് മാത്രം മാറ്റിയാൽ മതി. നെക്സ്റ്റ് എന്താണ്, D0 to D7 പിൻ എന്തിനു വേണ്ടിയിട്ടാണ്, ഡാറ്റ ബഫർ ആണ്, കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട്. ഓക്കെ, റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും ഒക്കെ ഈ ഡാറ്റ ബഫറിൽ കൂടെയാണ് ഡാറ്റാസ് പാസ് ചെയ്യുന്നത്. D0 to D7 പിന്നെ ഡാറ്റ ബഫർ പിന്നാണ്. പിന്നെ ഇത് കാസ്കേഡിങ്, CAS0, CAS1, CAS2 കാസ്കേഡിങ് മോഡ്. കാസ്കേഡിങ് മോഡും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ്, ഒരു 8259 ആണെങ്കിൽ കാസ്കേഡിങ് മോഡ് ഫസ്റ്റ് കാസ്കേഡിങ് പിന്നിന്റെ ആവശ്യം വരുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് കൂടുതൽ 8259 ഒരുമിച്ച് കണക്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, കാസ്കേഡിങ് പിന്ന്. ഇവിടെ 3 പിന്നാണുള്ളത്, മാക്സിമം 2�3 വരും. 8 ICസിനെ വരെ എന്ത് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്യാൻ പറ്റും. അത് നമ്മൾ അന്ന് പറഞ്ഞതാണ്. ഓക്കെ, പിന്നെ ഗ്രൗണ്ട് ഉണ്ട്, പിന്നെ VCC ഉണ്ട്, പിന്നെ A0 പിന്നെ നോക്കിയിട്ടാണ് റീഡ് ആണോ റൈറ്റ് ആണോ എന്ന്
മനസ്സിലാവുന്നത്. A00 ആണെങ്കിൽ റീഡ് ആയിരിക്കും, A01 ആണെങ്കിൽ റൈറ്റ്. അത് A0 പിന്നെ നോക്കിയിട്ടാണ്. അത് നമ്മൾ കുറെ ACസിൽ കണ്ടു. A0 പിന്നെ ചിലതിൽ 2 A0 A1 ഉണ്ടാവും, ഇതിൽ A0 മാത്രമാണ്. ഇനി IR0 മുതൽ IR7 വരെ ഇതെന്താണ്? ഇന്ററപ്റ്റ് പിന്നാണ്. IR0 മുതൽ IR7 വരെ 7 ഇന്ററപ്റ്റ്സ് ഉണ്ട്. അതിൽ ഏറ്റവും ഹയസ്റ്റ് പ്രയോറിറ്റി IR0 ആണ്, ലോവസ്റ്റ് പ്രയോറിറ്റി IR7 ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇനി ഇതില് INT പിൻ എന്തിനു വേണ്ടിയിട്ടാണ്? ഇന്ററപ്റ്റ് വരുന്നുണ്ടെങ്കിൽ ഏത് പിൻ വഴിയാണ്? INT പിന്നാണ്. അത് നമ്മൾ അതും പറഞ്ഞതാണ്, INT പിൻ. ഇനി ഇന്ററപ്റ്റ് ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് അക്നോളജ്മെന്റ് കൊടുക്കുന്ന പിന്നാണ് എന്ത്? INTA പിൻ. ഇത് ഏതിലോട്ട് കൊടുക്കും? പെരിഫറൽ ഡിവൈസിലോട്ട് അക്നോളജ്മെന്റ് കൊടുക്കും. നിങ്ങളെ ഇന്ററപ്റ്റ് ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞു എന്ന് അവരെ ഇൻഫോം ചെയ്യുന്ന പിന്നാണ് എന്ത്? INTA പിൻ. INT പിൻ എന്താണ്? ഏതെങ്കിലും ഒരു പെരിഫറൽ ഡിവൈസിൽ നിന്ന് ഇന്ററപ്റ്റ് വരുവാണെങ്കിൽ INT പിന്നിൽ കൂടെയാണ് വരിക. കോൾഡ് മോഡിലാണെങ്കിൽ INT പിന്നെ നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കാരണം എന്താണ്? IC ഓരോ തവണയും കോൾഡ് മോഡിലാണെങ്കിൽ ഡാറ്റ വേർഡ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ററപ്റ്റ് വന്നിട്ടുണ്ടോ എന്ന് മനസ്സിലാവും. ഓക്കെ, അതാണ് INTയും INTA പിൻ. ഇനി SP ബാർ ഇനാബിൾ പിന്നെ യൂസ് ചെയ്യുന്നത് IC 8259 കാസ്കേഡിംഗ് മോഡിലാണെങ്കിൽ മാത്രമാണ് ഈ പിൻ ഇനാബിൾ ആവുന്നത്. ഓക്കെ, നമ്മൾ കാസ്കേഡിംഗ് മോഡിലാണ് 8259 യൂസ് ചെയ്യുന്നതെങ്കിൽ ആണ് ഈ പിന്നിന്റെ ആവശ്യം. അപ്പൊ ഇതാണ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ, VCC ഗ്രൗണ്ട്, റീഡ്, റൈറ്റ്, ചിപ്പ് സെലക്ഷൻ, A0 ഇതാണ് അഡ്രസ് ഇൻപുട്ട് പിൻ ഈസ് യൂസ്ഡ് അലോങ് വിത്ത് റീഡ് ആൻഡ് റൈറ്റ്. അതിന്റെ കൂടെയാണ് 0 ആണെങ്കിൽ അതിനനുസരിച്ച് റീഡ് ആയിരിക്കും, 1 ആണെങ്കിൽ റൈറ്റ് ആയിരിക്കും. IR0 IR7 എന്ന് പറയുന്നത് ഇന്ററപ്റ്റ് പിന്നാണ്. INT പിന്നെ നമ്മൾ പറഞ്ഞു. പിന്നെ എന്താണ്? INTA പിന്നെ എന്താണ്?